ഗ്രൂപ്പ് ഘട്ടത്തിന്റെ അവസാന മത്സരത്തിൽ വിജയത്തോടുകൂടി ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ഗ്രൂപ്പിലെ ജേതാക്കളായി ടീം ഇന്ത്യ സെമിയിലേക്ക് എത്തിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരായി ന്യൂസിലാൻഡും ടീം ഇന്ത്യക്കൊപ്പം തന്നെ സെമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയാണ് ടീം ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ന് ഇന്ത്യക്കെതിരായ മത്സരശേഷം ശ്രദ്ധേയമായ പ്രതികരണമാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ പങ്കുവച്ചത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യ ഉയർത്തിയ 250 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡിന് 205 റൺസ് മാത്രമേ ഇന്നെടുക്കാൻ സാധിച്ചുള്ളൂ. 5 വിക്കറ്റ് പ്രകടനവുമായി വരുൺ ചക്രവർത്തി ന്യൂസിലാൻഡിനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ കുൽദീപ് യാദവും അക്സർ പട്ടേലും ജഡേജയുമെല്ലാം മികച്ച പ്രകടനങ്ങളാണ് ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഹർഷിത് റാണയ്ക്ക് പകരം പ്ലേയിങ് 11ലേക്ക് എത്തിയ വരുൺ ചക്രവർത്തി തനിക്ക് ലഭിച്ച അവസരം ഏറ്റവും ഭംഗിയായി തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചത്. ടീം ഇന്ത്യയുടെ ബോളിംഗ് കരുത്ത് തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് അറിയിച്ച ഒരു മത്സരം കൂടിയായി ഇന്നത്തെ മത്സരം മാറിയിട്ടുണ്ട്. കാരണം ചെറിയൊരു വിജയലക്ഷ്യമായിട്ടുപോലും അത് എത്തിപ്പിടിക്കാൻ ന്യൂസിലാൻഡിന് സാധിച്ചില്ല. തോൽവിയുടെ നിരാശ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് സാന്റ്നർ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി എത്തിയത്. കഴിഞ്ഞ 2-3 മത്സരങ്ങളിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രകടനം തന്നെയാണ് ഇന്ന് തങ്ങളുടെ ബാറ്റിംഗ് ലൈനപ്പിൽ നിന്നും ലഭിച്ചത്. തങ്ങളുടെ കാൽക്കുലേഷനുകൾ ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പിനെതിരെ വർക്കായില്ല. തീർച്ചയായിട്ടും പിഴവ് എവിടെയാണ് പറ്റിയതെന്ന് തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മിഡിൽ ഓർഡറിൽ ഭംഗിയായൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിച്ച ടീം ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ ക്രെഡിറ്റ് പോകുന്നത്. ബൗളിംഗിലും മികച്ച രീതിയിൽ തന്നെയാണ് ഇന്നവർ പന്തെറിഞ്ഞത്. കെയ്ൻ വില്യംസന്റെ ബാറ്റിംഗ് മികവ് തന്നെ തങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായ ഘടകമായി അടുത്ത മത്സരത്തിലേക്ക് എടുക്കാനായി സാധിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ആയാലും ദക്ഷിണാഫ്രിക്കയായാലും തങ്ങളുടെ ഗെയിമിലൂടെ സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് എത്താൻ തന്നെ ശ്രമിക്കും. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഏറ്റവും മികച്ച കാര്യങ്ങളുമായി തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്നാണ് മത്സരശേഷം മിച്ചൽ സാന്റ്നർ ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് ഓസ്ട്രേലിയയോടുള്ള ഒരു പ്രതികാരം തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ സെമിയിലെ ലക്ഷ്യം. ആദ്യ സെമി ഫൈനൽ ചൊവ്വാഴ്ചയാണ് നടക്കാനായി പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.